ഉം, ഇന്നത്തെ നമ്മുടെ ഈ ഡീപ്പ് ഡൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച് വളരെ ചെറിയ എന്നാൽ ശരിക്കും ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് നോക്കുന്നത്. അതെ അതെ, വളരെ രസകരമായ ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇത്. അതായത് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. മാസങ്ങളോളം ആഗ്രഹിച്ചും പണം സ്വരൂപിച്ചും നിങ്ങളൊരു പുതിയ കാറ് വാങ്ങുന്നുവെന്ന് കരുതുക. ആ കാർ ഷോറൂമിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരാവേശമുണ്ട്. തീർച്ചയായും ആ പുതിയ സീറ്റുകളുടെ ഗന്ധം, അതുപോലെ അത് ഓടിക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേക അഭിമാനം. എക്സാക്ട്ലി. ലോകം മുഴുവൻ കീഴടക്കിയ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ. എന്നാൽ ഈ സന്തോഷം ശരിക്കും എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കും? ഒരാഴ്ച, അല്ലെങ്കിൽ പരമാവധി പോയാൽ ഒരു മാസം. ശരിയാ. അത് കഴിഞ്ഞാ പിന്നെ ആ കാർ നിങ്ങൾക്ക് വെറുമൊരു വാഹനം മാത്രമായി മാറും. അതായത് ഓഫീസിലേക്ക് പോകാനുള്ള ഒരു സാധാരണ ഉപകരണം. നമ്മുടെ ആവേശം പതുക്കെ കെട്ടടങ്ങും. കേട്ടടങ്ങും. പിന്നീട് നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക്, അടുത്ത ആഗ്രഹത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റും. എന്നാൽ ഒരു ദിവസം ഓഫീസിലെ പാർക്കിങ്ങിൽ വെച്ച് ആ കാറിന്മേൽ ചെറിയൊരു പോരലേറ്റാലോ? അപ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഓ, അത് വലിയ പ്രശ്നമാകും. ലോകം തന്നെ അവസാനിച്ചതുപോലെ നാം തളർന്നു പോകും. കടുത്ത നിരാശയിലേക്ക് വീഴും. അതെ അതെ. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇതാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? അത് മനുഷ്യ സ്വഭാവത്തിലെ വളരെ അടിസ്ഥാനപരമായ, എന്നാൽ അങ്ങേയറ്റം സങ്കീർണമായ ഒരു ഡിസൈനാണ്. നമ്മൾ നേടിയെടുക്കുന്ന വലിയ വിജയങ്ങളോട് നമ്മുടെ തലച്ചോറ് വളരെ വേഗം പൊരുത്തപ്പെടുന്നു. ശരിയാണ്. പക്ഷെ ചെറിയ തിരിച്ചടികളെ അത് അസാധാരണമാം വിധം വലുതാക്കി കാണിക്കുകയും ചെയ്യുന്നു. മനഃശാസ്ത്രത്തിലെ ഈ വലിയ വൈരുദ്ധ്യമാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അതെ. ഇന്ന് നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം വളരെ പുരാതനമായൊരു നിരീക്ഷണമാണ്. സൂറ ഫുസില്ലത്ത്, അതായത് ഖുറാനിലെ 41-ാം അധ്യായം 49-ാം വരിയിൽ മനുഷ്യപ്രകൃതത്തെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. വളരെ ആഴമുള്ള ഒരു വരിയാണത്. ശരിക്കും. ആ വരി ഇങ്ങനെയാണ്: മനുഷ്യൻ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒരിക്കലും മടുക്കുന്നില്ല. എന്നാൽ അവൻ എന്തെങ്കിലും ദൗർഭാഗ്യം സംഭവിച്ചാൽ അവൻ എല്ലാ പ്രതീക്ഷകളും കൈവിടുകയും നിരാശയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെടുകയും ചെയ്യുന്നു. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമെന്ന് തോന്നാം. അതെ. പക്ഷെ ശരിക്കു പറഞ്ഞാൽ ആധുനിക മനഃശാസ്ത്രം ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ രണ്ടവസ്ഥകളെയാണ് ഇത് വരച്ചു കാണിക്കുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. മനുഷ്യന്റെ ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളും പിന്നെ പ്രതിസന്ധികളിൽ അവൻ കാണിക്കുന്ന ആ അമിതമായ നിസ്സഹായതയും. ഇത് വെറുമൊരു നിരീക്ഷണമല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്താശേഷി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ വളരെ കൃത്യമായൊരു രേഖപ്പെടുത്തലാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ... ഒരു നിമിഷം, എനിക്കിവിടെ ചെറിയൊരു വിയോജിപ്പുണ്ട്. ഓഹോ, പറയൂ. നല്ല കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ ഒരിക്കലും മടുക്കുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു പോരായ്മയായിട്ടാണോ നമ്മൾ കാണേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യന് ഈ പറയുന്ന മടുപ്പില്ലായ്മയും കൂടുതൽ വേണമെന്ന ആഗ്രഹവും ഇല്ലായിരുന്നെങ്കിൽ നമ്മളിന്നും ഗുഹകളിൽ തന്നെ ജീവിക്കില്ലായിരുന്നു. നല്ലൊരു പോയിന്റാണ്. കൂടുതൽ സൗകര്യങ്ങൾ വേണം, മികച്ച ആരോഗ്യം വേണം, വലിയ ടെക്നോളജി വേണം എന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങളല്ലേ നാം ഇന്ന് കാണുന്ന ഈ പുരോഗതിക്കെല്ലാം കാരണം? ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല എന്നത് ഒരു നെഗറ്റീവ് കാര്യമായി കാണാൻ കഴിയുമോ? വളരെ മികച്ച ഒരു ചോദ്യമാണത്. ആരോഗ്യകരമായ ലക്ഷ്യബോധവും ഈ വാചകം ചൂണ്ടിക്കാണിക്കുന്ന ആ അന്ധമായ അത്യാഗ്രഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുരോഗതിക്ക് ആഗ്രഹങ്ങൾ ആവശ്യമാണ്, അത് ശരിയാണ്. അതെ. എന്നാൽ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നതിനെയല്ല, മറിച്ച് അത് ചോദിക്കാൻ ഒരിക്കലും മടുക്കുന്നില്ല എന്ന മനുഷ്യപ്രകൃതത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അതായത് എന്ത് ലഭിച്ചാലും തൃപ്തി വരാത്ത ഒരുതരം മാനസികാവസ്ഥ. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിനെ ഹെഡോണിക് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ ഹെഡോണിക് ട്രെഡ്മിൽ എന്നാണ് വിളിക്കുന്നത്. ഓ, ആ ട്രെഡ്മിൽ ഉദാഹരണം. അതെ. നിങ്ങളൊരു ട്രെഡ്മില്ലിൽ ഓടുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങൾ എത്ര വേഗത്തിൽ ഓടിയാലും നിങ്ങളുള്ള അതേ സ്ഥാനത്ത് തന്നെ തുടരും. മനുഷ്യന്റെ ആഗ്രഹങ്ങളും ഇതുപോലെയാണ്. അതായത് ഓടിയോടി തളരും, പക്ഷെ എങ്ങും എത്തില്ല അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഒരു പുതിയ വീട്, ഒരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ, ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇനി എനിക്ക് വേറൊന്നും വേണ്ട, ഞാൻ പൂർണ്ണമായും സന്തോഷവാനാണ് എന്ന്. പക്ഷെ ആ സന്തോഷം തലച്ചോറിൽ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകുകയും നമ്മൾ വീണ്ടും പഴയ അതേ മാനസികാവസ്ഥയിലേക്ക് തിരികെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ സത്യത്തിൽ സന്തോഷത്തിനെ അല്ലേ പിന്തുടരുന്നത്? എനിക്കെന്തോ ഇത് കേൾക്കുമ്പോൾ ഒരുതരം അഡിക്ഷൻ പോലെയാണ് തോന്നുന്നത്, ഒരുതരം ആസക്തി.
ശരിക്കും പറഞ്ഞാൽ അതൊരു ആസക്തി തന്നെയാണ്. ഇതിന് കാരണം നമ്മുടെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന രാസവസ്തുവാണ്. ആ, ഡോപ്പമൈൻ. അതെ, ഡോപ്പമൈൻ യഥാർത്ഥത്തിൽ സന്തോഷത്തിന്റെ ഹോർമോണല്ല, മറിച്ച് പ്രതീക്ഷയുടെയും പ്രോത്സാഹനത്തിന്റെയും ഹോർമോണാണ്. ഒരു പുതിയ കാര്യം ലഭിക്കാൻ പോകുമ്പോൾ തലച്ചോറിൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് നമ്മെ ആവേശം കൊള്ളിക്കുന്നു. അത് കിട്ടുന്നതിനു മുന്നേയുള്ള ത്രില്ല്. അതെ, എന്നാൽ അത് സ്വന്തമാക്കി കഴിയുമ്പോൾ ആ ഡോപ്പമൈൻ നിര താഴേക്ക് പോകുന്നു. വീണ്ടും ആ ആവേശം ലഭിക്കണമെങ്കിൽ നമുക്ക് അടുത്തതെന്തെങ്കിലും വേണം. പരിണാമപരമായി നോക്കിയാൽ പുരാതന മനുഷ്യർക്ക് വിശപ്പടക്കാനും അതിജീവിക്കാനും എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അന്ന് തൃപ്തിയടഞ്ഞവനെല്ലാം ചിലപ്പോൾ പട്ടിണി കിടന്ന് മരിച്ചുപോയിട്ടുണ്ടാകാം. ഓ വാവ്, അത് ശരിയാണല്ലോ. എന്നാൽ ഇന്നത്തെ സുരക്ഷിതമായ ലോകത്ത് അതിജീവനത്തിനു വേണ്ടി തലച്ചോർ രൂപപ്പെടുത്തിയെടുത്ത ഈ അസംതൃപ്തി നമ്മെ നിരന്തരം അലട്ടുന്നൊരു മാനസിക പ്രശ്നമായി മാറി. അതുകൊണ്ടാണ് അവൻ എത്ര കിട്ടിയാലും ചോദിച്ചു വാങ്ങാൻ മടുക്കാത്തത്. എനിക്കിപ്പോൾ അതിൻ്റെ ഒരു സയന്റിഫിക് വശം മനസ്സിലാകുന്നുണ്ട്. എന്ത് നേട്ടമുണ്ടായാലും നമ്മളതിനെ ഒരു പുതിയ ബേസ് ലൈൻ അല്ലെങ്കിൽ തുടക്ക പോയിന്റായി കാണുന്നു. പണ്ടൊരു സൈക്കിൾ വേണമെന്ന് ആഗ്രഹിച്ചവൻ അത് കിട്ടിയാൽ പിന്നെ ഒരു ബൈക്കിനായി ആഗ്രഹിക്കുന്നു. അതെ, അവൻ ആ സൈക്കിൾ കിട്ടിയത് മറക്കുന്നു. ഇത് നമ്മെ എപ്പോഴും ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും വർത്തമാനകാലത്തെ അവഗണിക്കാനും പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വച്ചാൽ, നമ്മുടെ ഈ അനന്തമായ പ്രതീക്ഷകൾ തന്നെയാണോ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ നമ്മളെ കൂടുതൽ ദുർബലരാക്കുന്നത് എന്നതിലാ. എന്താ പറയാ, ഇതൊരു വലിയ ചിത്രത്തിലേക്ക് ബന്ധിപ്പിച്ചു നോക്കിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അതായത് ആ വാചകത്തിലെ അടുത്ത ഭാഗം പറയുന്നത് അതാണല്ലോ. അവൻ എന്തെങ്കിലും ദൗർഭാഗ്യം സംഭവിച്ചാൽ അവൻ എല്ലാ പ്രതീക്ഷകളും കൈവിടുന്നു എന്ന്. എന്തുകൊണ്ടാണ് തലച്ചോറ് പെട്ടെന്നിങ്ങനെ നിഷ്ക്രിയമാകുന്നത്? ആഗ്രഹിക്കാൻ കാണിച്ച ആ പോരാട്ടവീര്യം പ്രതിസന്ധികളിൽ എവിടെ പോകുന്നു? അവിടെയാണ് നാം നേരത്തെ സൂചിപ്പിച്ച ആ ട്രെഡ്മിൽ ഒരു പെൻഡുലമായി മാറുന്നത്. ഭൗതികശാസ്ത്രത്തിലെ ഒരു പെൻഡുലം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുക. അത് ഒരു വശത്തേക്ക് എത്രത്തോളം ഉയരത്തിൽ നമ്മൾ വലിച്ചു പിടിക്കുന്നോ അവിടെ വലിയൊരു പൊട്ടൻഷ്യൽ എനർജി സ്വരൂപിക്കപ്പെടുന്നുണ്ട്. ശരിയാണല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളും ഇതുപോലെയാണ്. നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി നിരന്തരം ആഗ്രഹിക്കുമ്പോൾ അത് ലഭിക്കുമെന്ന് നമ്മൾ അമിതമായി വിശ്വസിക്കുകയും നമ്മുടെ പ്രതീക്ഷകളെ ആ പെൻഡുലം പോലെ ഒരു വശത്തേക്ക് പരമാവധി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. വിജയങ്ങൾ നമ്മുടെ ജന്മാവകാശമാണെന്ന് നാം വിശ്വസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രതീക്ഷകളെ എത്രത്തോളം ഉയർത്തുന്നുവോ ആ പെൻഡുലം അത്രത്തോളം ശക്തിയിൽ തിരികെ അടിക്കാനുള്ള സാധ്യത നാം തന്നെ സൃഷ്ടിക്കുകയാണല്ലേ? എക്സാക്ട്ലി. പ്രതീക്ഷകൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ തികച്ചും അപ്രതീക്ഷിതമായി ഒരു ദൗർഭാഗ്യമുണ്ടാകുന്നത്. അതൊരു ജോലി പോകുന്നതാകാം, ബിസിനസ്സിലെ ഒരു നഷ്ടമാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വിയോഗമാകാം. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതെ, ജീവിതത്തിൽ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കില്ല. എന്നാൽ വിജയങ്ങൾ മാത്രം ശീലിച്ച അല്ലെങ്കിൽ അത് മാത്രം അർഹിക്കുന്നു എന്നു വിശ്വസിക്കുന്ന മനുഷ്യന് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയില്ല. ദൗർഭാഗ്യം സംഭവിക്കുമ്പോൾ അവൻ ആ പെൻഡുലത്തെ സ്വതന്ത്രമാക്കുന്നു. ആ സ്വരൂപിച്ചുവെച്ച എനർജി മുഴുവൻ റിലീസാകുന്നു. അതെ, അത് മുഴുവൻ ഉപയോഗിച്ച് അത് നേരെ മറ്റേ അറ്റത്തേക്ക് കുതിക്കുന്നു. ആ അറ്റമാണ് നിരാശയുടെ അടിത്തട്ട്. പ്രതീക്ഷകൾ എത്ര വലുതായിരുന്നുവോ അത്രയും വേഗത്തിൽ അവൻ തകർന്നു വീഴുന്നു. വളരെ കൃത്യമായൊരു ചിത്രമാണ് നിങ്ങൾ നൽകിയത്. വിജയം എന്റേത് മാത്രമാണെന്നും പരാജയം ഈ പ്രപഞ്ചം എന്നോട് കാണിക്കുന്ന അനീതിയാണെന്നും നാം വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഈ വീഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണത്തെക്കുറിച്ച് ആ വാചകത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. പൂർണ്ണമായും കീഴടങ്ങുന്ന കാര്യം അല്ലേ? അതെ അതെ, നിരാശയ്ക്ക് പൂർണ്ണമായും കീഴ്പ്പെടുന്നു എന്നാണ് അവിടെ പറയുന്നത്. വെറുതെ സങ്കടപ്പെടുന്നു എന്നല്ല, അവൻ യാതൊരു ചെറുത്തുനിൽപ്പുമില്ലാതെ കീഴടങ്ങുകയാണ്. എനിക്കിതിനൊരു കപ്പലിന്റെ ക്യാപ്റ്റനോട് ഉപമിക്കാൻ തോന്നിപ്പോകുന്നു. അതൊരു നല്ല ഉപമയാണല്ലോ. കടലിലൂടെ പോകുന്ന വലിയൊരു കപ്പൽ പെട്ടെന്നൊരു കാറ്റടിക്കുന്നു, കപ്പലിന്റെ ഒരു പായ്മരം കീറിപ്പോകുന്നു എന്ന് കരുതുക. ആ പായ്മരം തുന്നിച്ചേർക്കാനോ കപ്പൽ നിയന്ത്രിക്കാനോ ശ്രമിക്കുന്നതിനു പകരം ആ ക്യാപ്റ്റൻ നേരെ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി വലിയ ദ്വാരങ്ങളുണ്ടാക്കി ആ കപ്പൽ മുഴുവനായി മുക്കിക്കളയാൻ ശ്രമിക്കുകയാണ്. സ്വന്തം ജീവിതം തകർക്കാൻ അവൻ തന്നെ മുൻകൈയെടുക്കുന്നത് പോലെയല്ലേ ഇത്? ആ ഉപമ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ആഴം വളരെ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യുന്നത്? പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അതൊരു ഭ്രാന്തായി തോന്നാം.
എന്നാൽ മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ അതൊരു പ്രതിരോധ സംവിധാനമാണ്. ഒരു നിമിഷം, പ്രതിരോധമോ? സ്വന്തം കപ്പൽ മുക്കുന്നതെങ്ങനെയാണ് പ്രതിരോധമാകുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. അതൊരു ഇലൂഷൻ ഓഫ് കൺട്രോളാണ്. അതായത് നിയന്ത്രണം തനിക്ക് തന്നെയാണെന്ന് ഒരു മിഥ്യാബോധം. ആ ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ആ കൊടുങ്കാറ്റിനോട് പൊരുതി കീറിയ പായ്മരം നന്നാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു അധ്വാനമാണ്. അതെ. മാത്രമല്ല, അങ്ങനെ പൊരുതിയിട്ടും കപ്പൽ മുങ്ങിപ്പോകുമോ എന്ന ഭയം അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ആ അനിശ്ചിതാവസ്ഥ, അതായത് താൻ രക്ഷപ്പെടുമോ അതോ മരിക്കുമോ എന്നറിയാത്ത അവസ്ഥ വലിയൊരു മാനസിക സമ്മർദ്ദമാണ് നൽകുന്നത്. ഓഹോ, അപ്പോൾ ആ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല. അതെ, ആ സമ്മർദ്ദത്തെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ അവൻ എളുപ്പം ആ പരാജയത്തെ സ്വയം വരിച്ചുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതാണ്. കപ്പൽ തനിയെ മുങ്ങുന്നതിന് പകരം ഞാൻ തന്നെ അത് മുക്കുകയാണെങ്കിൽ ആ പരാജയത്തിന്റെ നിയന്ത്രണം എന്റെ കൈകളിലായി എന്ന് തലച്ചോർ അവനെ വിശ്വസിപ്പിക്കുന്നു. ഭയങ്കരം തന്നെ. അത് വളരെ ഞെട്ടിക്കുന്നൊരു തിരിച്ചറിവാണ്. അതായത് അനിശ്ചിതാവസ്ഥ നൽകുന്ന വേദന ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പുള്ള പരാജയത്തെ തെരഞ്ഞെടുക്കുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കുന്നത് വീണ്ടും പരാജയപ്പെടുമോ എന്ന പേടിയിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണല്ലേ? അതെ. മനഃശാസ്ത്രത്തിൽ ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് അഥവാ പഠിച്ചെടുത്ത നിസ്സഹായത എന്ന് പറയും. ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ മറികടക്കാൻ കഴിയില്ല എന്ന് തലച്ചോറ് മുൻകൂട്ടി തീരുമാനിക്കുന്നു. ഇതിനുമൊരു സയന്റിഫിക് കാരണമുണ്ടോ? തീർച്ചയായും ഇതിനും ഒരു പരിണാമപരമായ കാരണമുണ്ട്. കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരു വലിയ മൃഗത്തിന്റെ മുന്നിൽപ്പെടുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചതുപോലെ കിടക്കും. ഫ്രീസ് റെസ്പോൺസ് എന്ന് പറയും. ആ മൃഗം ചിലപ്പോൾ അവനെ ഉപേക്ഷിച്ചു പോയേക്കാം. അത് ഊർജം സംരക്ഷിക്കാനുള്ള തലച്ചോറിന്റെ ഒരു അടവായിരുന്നു. ശരിയാണ്, ആ പഴയ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ്. അതെ. എന്നാൽ ഇന്നത്തെ കാലത്ത് ജോലിസ്ഥലത്തെ ഒരു പ്രശ്നമോ ബിസിനസ്സിലെ ഒരു തിരിച്ചടിയോ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറ് പഴയ ആ ഫ്രീസ് മോഡിലേക്ക് പോവുകയാണ്. പൊരുതാനുള്ള ഊർജം സംരക്ഷിക്കാൻ വേണ്ടി അത് നമ്മെ പൂർണ്ണമായും നിസ്സഹായരാക്കുന്നു. മനസ്സിലായി. ആ വരികളിലെ കീഴ്പ്പെടുന്നു എന്ന വാക്കിനു പിന്നിൽ നൂറ്റാണ്ടുകളായി മനുഷ്യൻ പേറുന്ന ഈ പരിണാമപരമായ ഭയമുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യർ എത്രത്തോളം ദുർബലരാണെന്ന് തോന്നിപ്പോകും. ഒന്നുകിൽ എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അന്ധമായി നെട്ടോട്ടം ഓടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു ചെറിയ തടസ്സം വരുമ്പോഴേക്കും പൂർണ്ണമായും തളർന്ന് ഭൂമിയിലെ ഏറ്റവും നിസ്സഹായനായ ജീവിയായി മാറുന്ന അവസ്ഥ. അതെ, രണ്ടറ്റങ്ങൾ. ഈ രണ്ടറ്റങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ നമുക്കില്ലേ? എപ്പോഴും എല്ലാം നല്ലത് മാത്രം ലഭിക്കണമെന്ന ആഗ്രഹമാണല്ലോ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഈ പ്രപഞ്ചത്തിലൊന്നും സ്ഥിരമല്ല എന്ന, മാറ്റങ്ങൾ അനിവാര്യമാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവന് കഴിയുന്നില്ല. അതെ, ദൗർഭാഗ്യം എന്നത് ജീവിതത്തിന്റെ ഒരു ഡിസൈനിന്റെ ഭാഗം മാത്രമാണെന്ന് മനുഷ്യൻ മറന്നുപോകുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇത് വെറുമൊരു കുറ്റപ്പെടുത്തലാണോ? അല്ല, തീർച്ചയായുമല്ല. ആ വാചകം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് മനുഷ്യന്റെ പ്രവർത്തന രീതി കാണിക്കുന്നൊരു കണ്ണാടിയാണ്. നമ്മൾ എപ്പോഴും ഈ പെൻഡുലത്തിന്റെ രണ്ടറ്റങ്ങളിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നത് പറയുന്നില്ല. പിന്നെന്താണത് സൂചിപ്പിക്കുന്നത്? മറിച്ച് നമ്മുടെ ഈ പ്രകൃതത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകണം എന്നാണത് സൂചിപ്പിക്കുന്നത്. അമിതമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നാം അറിയണം, ഇതെന്റെ തലച്ചോറിലെ ഡോപ്പമൈൻ കളിക്കുന്ന കളിയാണെന്നും ഇത് ശാശ്വതമായ സന്തോഷം തരില്ലെന്നും. ശരിയാണ്. അതുപോലെ തന്നെ ഒരു വീഴ്ച വരുമ്പോൾ നാം തിരിച്ചറിയണം, ഈ തോന്നുന്ന നിരാശ ലോകത്തിന്റെ അവസാനമല്ലെന്നും, മറിച്ച് വീണ്ടും പൊരുതാനുള്ള ഭയം കൊണ്ട് എന്റെ തലച്ചോറ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കീഴടങ്ങൽ മാത്രമാണെന്നും. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു ശാസ്ത്രീയമായ മനഃശാസ്ത്രപരമായ ബോധവൽക്കരണമാണ്. നാം മനുഷ്യർ എന്ന നിലയിൽ വിജയങ്ങളിൽ അഹങ്കരിക്കുകയും പരാജയങ്ങളിൽ പൂർണ്ണമായി തളരുകയും ചെയ്യുന്ന ഒരു ഡീഫോൾട്ട് സെറ്റിംഗ്സ് ഉള്ളവരാണ്. അതെ. എന്നാൽ ഈ പാറ്റേൺ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ പിന്നെ നാം അതിൽ പെട്ടുപോകില്ല. ആ പെണ്ടുവമാടുന്നത് നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കാണാൻ സാധിക്കും. ഈ തിരിച്ചറിവാണ് ശരിക്കും ഏറ്റവും വലിയ ആയുധം. മനുഷ്യൻ എത്ര വലിയ നേട്ടങ്ങൾ കൊയ്താലും ഒരു അപ്രതീക്ഷിത തിരിച്ചടിയിൽ അവനെ സമചിത്തതയോടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ നേട്ടങ്ങൾക്കൊന്നും യാതൊരർത്ഥവുമില്ല. എക്സാക്ട്ലി. നമ്മുടെ യഥാർത്ഥ ശക്തി അളക്കപ്പെടുന്നത് നമ്മൾ എത്രത്തോളം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിലല്ല, മറിച്ച് താഴേക്ക് വീഴുമ്പോൾ ആ വീഴ്ചയുടെ ആഘാതത്തെ നാം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ്. കപ്പൽ മുങ്ങാൻ അനുവദിക്കാതെ
പായ്മരം നന്നാക്കാനുള്ള ധൈര്യം കാണിക്കുന്നിടത്താണ് മനുഷ്യന്റെ യഥാർത്ഥ വിജയമിരിക്കുന്നത്. അതെ, അതൊരു വലിയ സത്യമാണ്. അത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട് എന്ന് തോന്നിപ്പോകുന്നു. തീർച്ചയായും നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണത്. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വയം ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത തവണ ഒരു വലിയ തിരിച്ചടിയുണ്ടാകുമ്പോൾ, അപ്രതീക്ഷിതമായ ഒരു ദൗർഭാഗ്യം നിങ്ങളെ തേടിയെത്തുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. ആ സംഭവത്തിന്റെ യഥാർത്ഥ വേദനയാണോ നിങ്ങൾ അനുഭവിക്കുന്നത്? അതോ എല്ലാം അവസാനിച്ചു എന്ന മിഥ്യാബോധത്തിൽ ആ പെണ്ടിലത്തിന്റെ കൂടെ നിരാശയുടെ അങ്ങേയറ്റത്തേക്ക് തെരിച്ചുപോയി സ്വയം ഒരു ഇരയായി മാറാൻ നിങ്ങൾ അനുവദിക്കുകയാണോ? പൊരുതി തോൽക്കുന്നതിനേക്കാൾ എളുപ്പം കീഴടങ്ങുന്നതാണെന്ന തലച്ചോറിന്റെ ആ കുറുക്കുവഴിയെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയുമോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഉത്തരത്തിലുണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ നിയന്ത്രണം. വീണ്ടും കാണാം.